അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സുക്കൂൻ, നോ വവ്വൽ. സ്വന്തമായിട്ട് സൗണ്ട് ഇല്ലാത്തതിനെ പറയുന്ന പേരാണ് സുക്കൂൻ. ഒരക്ഷരത്തിൻ്റെ മുകളിൽ ഇതുപോലെ വട്ടത്തിലുള്ള ഒരു അടയാളമാണ് സുക്കൂൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഖുർആനിൽ ഇതുപോലെയുള്ള ഒരു അടയാളമാണ് കാണാൻ പറ്റുക. ഹാൻ്റെ ഒക്കെ ഒരു തലഭാഗം മുറിച്ച് വെച്ച പോലത്തെ ഒരു അടയാളമാണ് ഖുർആനിൽ സുക്കൂൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഈ സുക്കൂൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ട് സൗണ്ടില്ല, നോ വവ്വലാണ്, സ്വന്തമായിട്ട് സൗണ്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ മുത്തഹരിക്കത്തായ ഒരു ഹർഫ് നമ്മൾ ചേർക്കണം. എന്താണ് മുത്തഹരിക്കത്ത് വവ്വൽസ്, എന്താണ് മദ്, ലോങ് വവ്വൽസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യെല്ലോ കളറിൽ കാണുന്ന ഹർഫുകൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഹുറൂഫുൽ കൽക്കല എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അക്ഷരങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. എ ബ്, അബ്. ബാക്ക് സുക്കൂനാകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം വരിക? അബ്. സുക്കൂന് സ്വന്തമായിട്ടൊരു ഉച്ചാരണം ഇല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനാണ് അതിൻ്റെ മുമ്പിൽ നമ്മൾ ആ എന്നുള്ള ഒരു അക്ഷരം ചേർത്തത്, അബ്. ഇനി താക്ക് സുക്കൂന് വരുമ്പോഴോ അത്, 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 അത് അത്രേ പറയുള്ളൂ. നമ്മൾ അബ് പറഞ്ഞ പോലെ അത് എന്ന് നമ്മൾ പറയില്ല, അത് അത്രേ പറയുള്ളൂ. സാക്ക് സുക്കൂന് വരുമ്പോഴോ അസ്, അസ്, അസ്. നമ്മൾ ജീമിന് സുക്കൂന് വരുമ്പോൾ ബാക്ക് പറഞ്ഞ പോലെ തന്നെ ജീമും നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്. അജ്, അജ്, അജ്. ഹാക്ക് സുക്കൂന് വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ ഫ എന്നുള്ള ഒരു അർഫാണ് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു അർഫ് കൊടുത്താൽ മതി. ഫത്തഹോ കിസ്റോ ലൊമ്മുള്ള ഏതെങ്കിലും ഒരു അർഫ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ഫ എന്നുള്ള ഒരു ഹർഫാണ് കൊടുത്തിട്ടുള്ളത്. ഫഹ്, ഫഹ്. ഓക്കെ, ഖോഫ് എന്നുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫ എന്നൊരു അർഫാണ് കൊടുത്തിട്ടുള്ളത്. ഫഹ്, ഫഹ്, ഫഹ്. ദാൽ എന്ന അക്ഷരത്തിന് സുക്കൂന് വരുമ്പോൾ നമ്മൾ ബാക്കും ജീമിനും പറഞ്ഞ പോലെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഫദ്, ഫദ്, ഫദ്. എന്നാൽ ദാലിന് സുക്കൂന് വരുമ്പോഴോ ഫദ്, ഫദ്, ഫദ്. റോക്ക് സുക്കൂന് വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇ എന്നുള്ള ഒരക്ഷരമാണ് കൊടുത്തിട്ടുള്ളത്. ഇർ, ഇർ. സാക്ക് സുക്കൂന് വരുമ്പോൾ ഇസ്, ഇസ്. സീന് സുക്കൂന് വരുമ്പോഴോ ഇസ്, ഇസ്. ഷീന് സുക്കൂന് വരുമ്പോൾ ഇഷ്, ഇഷ്. സ്വാദിന് സുക്കൂന് വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ഹ എന്നുള്ള ഒരു അക്ഷരമാണ് കൊടുത്തിട്ടുള്ളത്. ഹസ്, ഹസ്. ദ്വാദിന് സുക്കൂന് വരുമ്പോൾ ഹൽ, ഹൽ. തോക്ക് സുക്കൂന് വരുമ്പോൾ നമ്മൾ ബാക്കും ജീമിനും ദാലിനും പറഞ്ഞ പോലെ തന്നെ തോക്ക് സുക്കൂന് വരുമ്പോൾ ഹത്ത്, ഹത്ത്. എന്നാൽ ലാഇന് സുക്കൂന് വരുമ്പോഴോ ഹൽ, ഹൽ. ഐന് സുക്കൂന് വരുമ്പോൾ റ, റ. വൈന് സുക്കൂന് വരുമ്പോഴോ റ, റ. ഫാക്ക് സുക്കൂന് വരുമ്പോൾ റഫ്, റഫ്. കോഫിന് സുക്കൂന് വരുമ്പോൾ നമ്മൾ ബാക്കും ജീമിനും ദാലിനും തോയിനും പറഞ്ഞ പോലെയാണ് കോഫിന് സുക്കൂന് വരുമ്പോൾ നമ്മൾ പറയേണ്ടത്. റോക്ക്, റോക്ക്. കാഫിന് സുക്കൂന് വരുമ്പോഴോ ബാക്ക് എന്ന് നമ്മൾ പറയാൻ പാടില്ല. ബക്ക്, ബക്ക്, ബക്ക്. ഓക്കെ. ലാമിന് സുക്കൂന് വരുമ്പോൾ ബൽ, ബൽ, ബൽ. മീമിന് സുക്കൂന് വരുമ്പോൾ ബ, ബ, ബ. നൂന് സുക്കൂന് വരുമ്പോഴോ ബൻ, ബൻ, ബൻ. ഹായിന് സുക്കൂന് വരുമ്പോൾ അതിന് മുമ്പ് ത എന്നുള്ള ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. തഹ്, തഹ്. വാവിന് സുക്കൂന് വരുമ്പോൾ തവ്, തവ്. ഇനി യാക്ക് സുക്കൂന് വരുമ്പോൾ തൈ, തൈ, തൈ. ഹംസക്ക് സുക്കൂന് വരുമ്പോൾ തഗ്, തഗ്, തഗ്. അപ്പോൾ ഈ രീതിയിലാണ് സുക്കൂന് വരുമ്പോൾ ഒരു ലെറ്റർ നമുക്ക് ഉച്ചരിക്കാൻ പറ്റുക. അതിന് മുമ്പ് മുത്തഹരിക്കത്തായ ഒരു ലെറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ സുക്കൂനുള്ള അക്ഷരം ഉച്ചരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കത് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്തോളൂ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.